ഫ്രാങ്ക്ലിൻ ജോസ്മോൻ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം ആദ്യ റാങ്കുകളിൽ ഉണ്ടായിരുന്നവരൊക്കെ എത്രത്തോളം താഴേക്ക് പോയി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ഫെൻസ് തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഫ്രാങ്ക്ലിൻ ജോസ്മോൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്താണ്? ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് കീം എക്സാം എഴുതുമ്പോൾ ഒരുപാടധികം പ്രതീക്ഷകളോടാണ് എഴുതുന്നത്. അതായത് അവനവൻ്റെ സ്വപ്നം, എനിക്കൊരു എഞ്ചിനീയർ ആവണം, എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലിക്ക് പോകണം എന്ന വലിയ വലിയ സ്വപ്നങ്ങളോട് കൂടിയാണ് +2 കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു കീം എക്സാം എഴുതുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. സോ പണ്ടത്തെ പോലെ ഒന്നുമില്ല, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ആക്സസിബിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സോ അവർക്കറിയാം എന്താകണം, എനിക്ക് എന്താകണം, ഞാൻ ഇന്നതാകാൻ വേണ്ടി എന്ത് പഠിക്കണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എവിടെ പഠിക്കണം എന്നുള്ള വ്യക്തമായ ഐഡിയ ഉണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു കുട്ടിക്ക് അറിയാം ഒരു 4 വർഷം കഴിയുമ്പോഴത്തേക്കും BTech ഗ്രാജുവേറ്റ് ആകുമ്പോൾ ഞാൻ ഏത് ബ്രാഞ്ചിലായിരിക്കണം എൻ്റെ BTech ഞാൻ ചെയ്യേണ്ടത്, ഏത് ഡിസിപ്ലിനിലായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. ഈ 4 കൊല്ലം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 കൊല്ലം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഈ സൊസൈറ്റിയിൽ ഞാൻ എന്തായിരിക്കണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ നമ്മുടെ സ്റ്റുഡൻസിനുണ്ട്. സോ ആ ഒരു സ്വപ്നമാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ മുൻനിര കോളേജായിട്ടുള്ള CETയിലൊക്കെ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് കയറുന്നുണ്ട്. സോ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് രാത്രി ഉറങ്ങാതിരുന്ന് പഠിച്ച കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഒരു ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് കുറയും. ഒന്നാമത്തെ കാര്യം. പിന്നെ അവരെന്ത് ചെയ്യും, കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറയുന്ന സ്വപ്നം പോലും പലരും ഉപേക്ഷിച്ചേക്കാം. ഇപ്പം ഇന്ന് റീസെൻ്റ്ലി വന്നൊരു കേസാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ ചുമ്മാ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരന് 24,000 നിന്നും 31,000 പോയി. ഓക്കെ. സോ ഇപ്പോൾ എന്താ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്വപ്നം ഉപേക്ഷിക്കുക, എഞ്ചിനീയറിംഗ് സ്വപ്നം ഉപേക്ഷിച്ച് ഏതെങ്കിലും കോളേജിൽ ഡിഗ്രിക്ക് കയറണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറി ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ച ഒരാൾ. സോ ഓരോ കുട്ടികളുടെയും ഓരോ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ തകർക്കപ്പെടുന്നു. അതിനുള്ള വ്യക്തമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളാണ്. ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. ഇപ്പം അടുത്ത് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല. രാവിലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷം. അങ്ങനെയല്ല, അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എവർ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള വ്യക്തമായ വിഷൻ വേണം. ആ ഒരു വിഷൻ ഇല്ല. അതുകൊണ്ട് എവിടെയും പ്രശ്നമാണ്. കുറച്ചു കാലം മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കീമിൻ്റെ ഇഷ്യൂ ആയി. ഇനിയിപ്പം ഈ കീമിൻ്റെ ഇഷ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അവിടെ സമാധാനമില്ല. സത്യം, ഈ കുട്ടികൾ കേരളത്തിൽ KTUവിൻ്റെ അണ്ടറിലാണ് BTech പഠിക്കുന്നത്. ഈ 4 കൊല്ലം KTUവിൻ്റെ അണ്ടറിലുള്ള BTech എന്ന് പറയുന്നതും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു തീരുമാനം എടുക്കാൻ ആളില്ല. അവിടെ ഒരു മൊത്തം ഒരു കുഴഞ്ഞിരിക്കുന്നുണ്ട്. സോ ഒരു സ്റ്റുഡൻറ്റിന് കേരളത്തിൽ പഠിക്കാൻ എന്ത് മിനിമം ഗ്യാരണ്ടിയാണുള്ളത്? ഇപ്പം പറഞ്ഞു വരുന്ന സമയത്ത് കേരളം എന്ന് പറയുമ്പോൾ ലിറ്ററസി റേറ്റ് ഫ്രണ്ടിലാണ്, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് കേരളത്തിലാണ് എന്നൊക്കെ പറയുമെങ്കിലും ബേസിക്കായിട്ട് എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ഒരു ഗ്യാരണ്ടിയാണ് എഡ്യൂക്കേഷനിൽ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്? ഒരു ഗ്യാരണ്ടിയും ഇല്ല. മുൻപോട്ട് പോവുക, അതായത് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു അതിന് കൂടെ അങ്ങ് പോവുക എന്നുള്ളതാണ്. ഒരു സിസ്റ്റം ഒന്നുമില്ല. എന്താണോ പറയുന്നത് അതേപോലെ ചെയ്തു പോവുക എന്നുള്ളതല്ലാതെ ഒരു സ്റ്റുഡൻസിനും ഒരു അഭിപ്രായവും ഇല്ല, ഒന്നുമില്ല. അവരെന്താ പറയുന്നത് ആ വഴി അങ്ങ് പോവുക എന്നുള്ളത് ഒട്ടും ശരിയല്ല. ഒരു കാര്യം, ഒരു വ്യക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരണം. അതായത് ഒരുപാട് രാജ്യങ്ങളിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അവരിങ്ങനെ ഡേ ടു ഡേ മാറ്റിക്കൊണ്ടല്ല ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ട തലേദിവസം മാറ്റുകയോ 1 മണിക്കൂർ മുമ്പ് മാറ്റുകയല്ല ചെയ്യുന്നത്. വ്യക്തമായി അടുത്ത് വരുന്ന 5 കൊല്ലം 10 കൊല്ലം എന്താ വേണ്ടെന്നുള്ള ഒരു വിഷൻ ഉണ്ട് പല രാജ്യങ്ങൾക്കും, പല രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പുകൾക്കും. നമ്മുടെ സ്റ്റേറ്റിൽ അതില്ല. ഓക്കെ, അത് ആദ്യം കൊണ്ടുവരണം. അത് കൊണ്ടുവരാനാണ് നമ്മൾ ആദ്യം ഒരു ഉന്നത സമിതി യോഗം ചേരേണ്ടത്. അവിടെയാണ് നമ്മൾ എക്സൽസിനെ കൊണ്ടുവന്ന് നമ്മൾ ആക്ച്വലി ഒരു പ്ലാൻ, ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെയും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു വിദഗ്ധ സമിതി എന്ന് പറയുന്ന സമയത്ത് അവർ വാൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ പോലും കൃത്യമായ ഒരു സ്റ്റഡിയോ കൃത്യമായ ഒരു പ്രിപ്പറേഷനോ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ എടുത്തങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ആരെ അഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? എത്രമാത്രം പാരൻസിന് സ്വപ്നമായിരിക്കും നശിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2-3 പാരൻസിനെ വിളിച്ചിട്ട് അവർ ഭയങ്കര സങ്കടപ്പെടുക ചെയ്തത്. ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? പലപ്പോഴും പല പാരൻസും
രാത്രിയും പകലും ജോലി ചെയ്ത് ആ കുട്ടികളെ ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച കുട്ടികളെ ഒരു റേഞ്ചിലേക്ക് എത്തിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ടവർ പഠിച്ചിട്ട് അവർ വിചാരിച്ച പോലെ എത്താൻ പറ്റാത്തപ്പോൾ സങ്കടം വളരെ വലുത് തന്നെയാണ് കുട്ടികളുടെ. അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.